ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കരിക്കുലം. അപ്പോൾ ബ്രിട്ടീഷ് കരിക്കുലത്തിൽ IB കരിക്കുലം ഉണ്ട്, അതുപോലെ തന്നെ UK കരിക്കുലവും ഉണ്ട്. സോ അതിൽ നമുക്ക് ഇൻ്റർവ്യൂ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്നു. ആ സമയത്ത് നമുക്കൊരു ടോപ്പിക്ക് അവർ തരുന്നു. അപ്പോൾ ആ ടോപ്പിക്ക് എങ്ങനെയാണ് നമുക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് ഇല്ലാതെ അതിൽ അപ്പിയർ ചെയ്യുക എന്നുള്ളത് കുറേ അധികം പേർക്ക് ഡൗട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ CBSE ഒക്കെ ആണെങ്കിൽ നമുക്ക് CBSEയുടെ ടെക്സ്റ്റ് ബുക്ക് ഈസിലി അവൈലബിൾ ആണ്. സോ അതെടുത്ത് വെച്ചിട്ട് നമുക്ക് ലെസൺ പ്ലാനും ഒക്കെ അതുപോലെ PPTയും ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ബ്രിട്ടീഷ് കരിക്കുലം ആകുമ്പോൾ ടെക്സ്റ്റ് ബുക്സ് അവൈലബിലിറ്റി എ ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൾട്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയട്ടെ, ഈ ബ്രിട്ടീഷ് കരിക്കുലത്തിന് ഇപ്പോൾ ബേസിക്കലി UK കരിക്കുലം, ഞാൻ എപ്പോഴും വർക്ക് ചെയ്തിട്ടുള്ളത് UK കരിക്കുലമാണ്, IB കരിക്കുലത്തിലല്ല കേട്ടോ. അപ്പോൾ UK കരിക്കുലത്തിൽ ടെക്സ്റ്റ് ബുക്ക് വരുന്നത് ഓക്സ്ഫോർഡിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുണ്ട്. എഡീഷൻസ് ആണ് കേട്ടോ പറയുന്നത്. ഓതേഴ്സും എഡീഷൻസും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ പറയുക. കേംബ്രിഡ്ജിൻ്റെ ടെക്സ്റ്റ് ബുക്ക്, ഓക്സ്ഫോർഡിൻ്റെ ടെക്സ്റ്റ് ബുക്ക്, പിയേഴ്സൺ ടെക്സ്റ്റ് ബുക്ക്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ കോളിൻസ്, ഹോഡർ, ഇങ്ങനെ ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഓതേഴ്സിൻ്റെ ടെക്സ്റ്റ് ബുക്സ് അവൈലബിൾ ആണ്. സോ ഓരോ സ്കൂളിലും ഏത് ടെക്സ്റ്റ് ബുക്കാണ് ഫോളോ ചെയ്യുന്നത് എന്നനുസരിച്ചിരിക്കും ആ ഒരു ചാപ്റ്റേഴ്സിൻ്റെ സ്ട്രക്ചറും ഒക്കെ. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ അത് ഒത്തിരി അധികം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതിന് പകരം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഗൂഗിളിൽ ബേസിക് ആയിട്ടുള്ള UK കേംബ്രിഡ്ജ് കരിക്കുലം സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പോൾ ആ കരിക്കുലം സ്റ്റാൻഡേർഡ്സ് ആയിട്ടുള്ള ലെസൺ ഒബ്ജക്റ്റീവ് വെച്ചിട്ടാണ് നമ്മൾ സ്കൂളുകളിലൊക്കെ ഏത് ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും ഈ ഒരു ലെസൺ ഒബ്ജക്റ്റീവ്സ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അതിപ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ രീതിയിൽ കുറച്ച് കോണ്ടന്റ് കൂടുതലും കുറവും ഒക്കെ ഉണ്ടാവും. ബട്ട് ബേസിക്കലി നമ്മൾ അവസാനം എത്തുന്നത് എന്താണ്, നമ്മുടെ ഈ ഒരു UK കരിക്കുലം സ്റ്റാൻഡേർഡ് എന്നുള്ളതിൽ തന്നെയാണ്, സ്കീം ഓഫ് വർക്ക്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ലെസൺ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതിൽ പറയുന്ന ആ ഒരു യെല്ലോ വെച്ചിട്ട് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് കോപൈലറ്റ് ആപ്ലിക്കേഷൻ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലേ. അപ്പോൾ അത് പരിചയപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കുക, വീഡിയോ കണ്ട് നോക്കുക. മൈക്രോസോഫ്റ്റിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിട്ടുള്ള ടൂളാണ് കേട്ടോ. അതുപോലെ ChatGPT എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ChatGPT ഇതിലൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ലെസൺ പ്ലാൻ ഇന്ന ഇയറിന് വേണ്ടിയിട്ട് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ വരും. അപ്പോൾ അത് ബേസ്ഡ് ആയിട്ട് നമുക്ക് PPT പ്രിപ്പയർ ചെയ്യാം. ഗാമ സോഫ്റ്റ്വെയറിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഗാമ കുറച്ച് പേര് കുറേ അധികം PPT നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ എമൗണ്ട് ചോദിക്കാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ്ലി ഫ്രീ അല്ല ഗാമ സോഫ്റ്റ്വെയർ. ഞാനത് നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വേറൊരു ഇമെയിൽ ID കൂടി ജോയിൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ മാറ്റി നമുക്ക് ജോയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറേ നാൾ ഫ്രീ ആയിട്ട് തന്നെ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ ഞാൻ റീസെൻ്റ്ലി എനിക്ക് കുറേ അധികം ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് റീസെൻ്റ്ലി കിട്ടിയ കുറേ അധികം ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഫ്രീ ആയിട്ട് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെ UAEയിൽ ഇപ്പോൾ ലുലുവിൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആവശ്യമില്ലാത്ത ടെക്സ്റ്റ് ബുക്കുകൾ അവിടെ വയ്ക്കാം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ ലുലുവിൽ പോയിട്ട് നമ്മുടെ തൊട്ടടുത്ത് മുവേല ലുലു ഉണ്ട്. സോ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ കണ്ട് ഞാൻ തിരഞ്ഞുപിടിച്ച് കുറച്ച് ടൈം എടുത്ത് നോക്കി കണ്ടുപിടിച്ച് എടുത്തു വെച്ചതാണ് കേട്ടോ. അത് എങ്ങനെയെങ്കിലും യൂസ്ഫുൾ ആവുമല്ലോ, അതുകൊണ്ടിട്ട് എടുത്തു വെച്ചതാണ്. കേംബ്രിഡ്ജിൻ്റെ പ്രൈമറി സയൻസ് ഉണ്ട്, കിട്ടിയായിരുന്നു അതിൻ്റെ അകത്ത്. പിന്നെ കേംബ്രിഡ്ജ് പ്രൈമറി സയൻസ് തന്നെ ഇത് വർക്ക് ബുക്ക് 3 വരുന്നത് ഇയർ 3യുടെ ആണ് കിട്ടിയേക്കുന്നത്. ഇത് ഇയർ 5ൻ്റെ വന്നിട്ടുണ്ട്. പിന്നെ ക്ലാസ് 7ൻ്റെ ഉണ്ട് സയൻസിൻ്റെ, ഇത് ഓക്സ്ഫോർഡിൻ്റെ ആണ്. പിന്നെ സയൻസ് ലേണേഴ്സ് ബുക്ക് ഇത് ഹോഡർ എഡ്യൂക്കേഷൻ്റെ ആണ്, ഇത് ഇയർ 6ൻ്റെ ആണ്. പിന്നെ കേംബ്രിഡ്ജിൻ്റെ സയൻസ് ആണ് കേട്ടോ, ഇത് ഇയർ 9ൻ്റെ സയൻസ് ആണ്. പിന്നെ കേംബ്രിഡ്ജ് പ്രൈമറി സയൻസ് ഇയർ 5. പിന്നെ എക്സ്പ്ലോറിങ് സയൻസ് ഇത് ഇൻ്റർനാഷണൽ ഇത് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയർ 9ൻ്റെ ആണ് കേട്ടോ, ഇയർ 9. ദെൻ ഇയർ 5, ഇയർ 7.
പിന്നെ വരുന്നത് ഇയർ 4-ൻ്റെയൊക്കെ ടെക്സ്റ്റ് ബുക്കാണ്. അങ്ങനെ അതെ ഇത്ര ടെക്സ്റ്റ് ബുക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് മുഴുവനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിൻ്റെ എഡീഷൻസ് ആണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സിലാണ്. അപ്പം ഞാനിങ്ങനെ കളക്ട് ചെയ്ത് വെക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് യൂസ് ഒന്നും ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ അവരുടേതായ ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിലും നമുക്ക് അഡീഷണലി ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഭാവിയിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ചെയ്ത് നോക്കാം. ലുലുവിൽ എല്ലായിടത്തും, എനിക്ക് തോന്നുന്നു UAE എല്ലായിടത്തും ഈ എക്സ്ചേഞ്ച് ഓഫർ ഇപ്പോൾ നടക്കുന്നുണ്ട്. സോ ഇപ്പോൾ എല്ലാവരും എടുത്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾ ലുലുവിലൊക്കെ പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പോയി നോക്കുക, അവിടെ ഇതേപോലത്തെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ അവൈലബിൾ ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ പുതിയതായിട്ട് വരുന്നവർക്ക് അത് തന്നെയാണ് ഓപ്ഷൻ ഉള്ളത്. അല്ല കുറേ നാളായിട്ടുള്ളവരാണെങ്കിൽ കമ്മ്യൂണിറ്റിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ ചോദിക്കുകയാണെങ്കിൽ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബുക്സ് അവൈലബിൾ ആയിരിക്കും. അവരുടെ നിന്ന് വാങ്ങിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് ബെറ്റർ ഓപ്ഷൻ ഇസ് ദിസ് വൺ. ആൻഡ് പിന്നെ ഇതൊന്നും അല്ലാതെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യം കേംബ്രിഡ്ജിൻ്റെ കരിക്കുലം സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പോൾ അതെങ്ങനെ എടുക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വീഡിയോയിലേക്ക് പോവാം. കേരളത്തിൻ്റെ നമ്മുടെ സിലബസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഗൂഗിളിൽ വരുന്നു. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഞാൻ ഇയർ 7 നോക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇയർ 7 UK കരിക്കുലം കേംബ്രിഡ്ജ് സ്കീം ഓഫ് വർക്ക് എന്ന് ഞാൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എൻട്രി ആണ്. അങ്ങനെ എൻട്രി ചെയ്യുമ്പോഴത്തേക്കും കണ്ടോ ഇതേപോലെ ലോവർ സെക്കൻഡറി കരിക്കുലം എല്ലാം വരുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഇനി ഏതാ സബ്ജക്റ്റ് എന്നുള്ളത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സയൻസ് എന്നും കൂടി കൊടുക്കുവാണ്. സയൻസ് കണ്ടോ കീ സ്റ്റേജ് 3 സ്കീം ഓഫ് വർക്ക് എന്നുള്ളത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ അതങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇവിടെ പല അതിൻ്റെ ടോപ്പിക്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഇവിടെ PDF എന്നും കൂടി കൊടുക്കുവാണെങ്കിൽ PDF ഡൗൺലോഡബിൾ ആയിട്ടുള്ള ഫോമിൽ നമുക്ക് ഇവിടെ കിട്ടും. സ്കീം ഓഫ് വർക്ക് സയൻസ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ സ്കീം ഓഫ് വർക്ക് യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജിൻ്റെയാണ്. ടോപ്പിക് ടേം 1 ലിവിങ് തിങ്, സോളിഡ് ലിക്വിഡ് ഗ്യാസ്, എനർജി ട്രാൻസ്ഫോർമേഷൻസ്. ടേം 2 മൈക്രോ ഓർഗാനിസംസ് ആൻഡ് ഡിസീസ്, ദ എർത്ത് ആൻഡ് ബിയോണ്ട്, പുട്ടിങ് തിങ്സ് ഇൻ ഗ്രൂപ്പ്. പിന്നെ ടേം 3 വരുന്ന ടോപ്പിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ താഴേക്ക് വരുമ്പോഴേക്കും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രെയിം വർക്ക് കോഡ്സ് ആണ്. ഓരോ ഫ്രെയിം വർക്കിനും കോഡുകളുണ്ട് കേട്ടോ. അപ്പോൾ 7BC1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയർ 7 വരുന്ന കോഡുകളാണ്. അപ്പോൾ അതിൽ വരുന്ന ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ 7 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് തിങ് ആൻഡ് റിലേറ്റ് ദീസ് ടു എ വൈഡ് റേഞ്ച് ഓഫ് ഓർഗാനിസംസ് ഇൻ ദ ലോക്കൽ ആൻഡ് വൈഡ് എൻവയോൺമെൻറ്റ്. അപ്പോൾ ഇതേപോലെ ലേണിംഗ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് റെഡിലി അവൈലബിൾ ആയിരിക്കും ഓരോ ലേണിംഗ് ഒബ്ജക്റ്റീവ്. അപ്പോൾ ഏതാണ് നമുക്ക് കിട്ടിയ ടോപ്പിക് അത് റിലേറ്റഡ് ആയിട്ടുള്ള ലേണിംഗ് ഒബ്ജക്റ്റ് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ആക്ടിവിറ്റീസ് അടക്കം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദ റൂട്ട് സ്റ്റെം, എന്താണ് നമ്മളവിടെ പഠിപ്പിക്കേണ്ടത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. റിസോഴ്സസ് ആണെങ്കിലും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് വെരി ഹെൽപ്ഫുൾ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത് പിയേഴ്സൻ്റെ ആണെങ്കിലും കേംബ്രിഡ്ജിൻ്റെ ആണെങ്കിലും എല്ലാം നമ്മൾ കേംബ്രിഡ്ജാണ് ലെസൺ ഒബ്ജക്റ്റീവ് സ്റ്റാൻഡേർഡായിട്ട് ഫോളോ ചെയ്യുന്നത്. കുട്ടികൾക്ക് IGCSE ക്ലാസ്സസിലൊക്കെ എത്തുമ്പോഴേക്കും കേംബ്രിഡ്ജിൻ്റെ ബോർഡ് വേണോ അതോ പിയേഴ്സൻ്റെ അതായത് എഡെക്സൽ ബോർഡ് വേണോ എന്നൊക്കെ അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുന്ന സിലബസ് കേംബ്രിഡ്ജിൻ്റെയാണ്. സോ ഇതേപോലെ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഈസി ആയിട്ട് ഈ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് കിട്ടും. ഇനി ഇത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ChatGPT ഉണ്ടല്ലോ, ChatGPT എടുക്കുക. ChatGPT എടുത്തു. ഓക്കെ, ChatGPTയോട് പറയാം ഗിവ് മീ ലെസൺ ഒബ്ജക്റ്റീവ് ഫ്രം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഡെമോ എടുക്കേണ്ട ടോപ്പിക്ക് ഫോഴ്സ് എന്ന് അവർ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫ്രം ഫോഴ്സ്
ഇയർ കൊടുക്കാം. ഓക്കെ, ഇയർ 9 ഫോഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് നമ്മൾ ഡെമോ എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് കൊടുക്കാം ഗിമി ലെസൺ ഒബ്ജക്റ്റീവ് ഫ്രം ഫോഴ്സ് ഇയർ 9 കേംബ്രിഡ്ജ് സ്കീം ഓഫ് വർക്ക്, അതായത് SOW. ഓക്കെ, അങ്ങനെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ലെസൺ ഒബ്ജക്റ്റീവ്സ് ഇതേപോലെ വരുന്നുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ലെസൺ ഒബ്ജക്റ്റീവ് എടുക്കാം. ഇനി അതിൽ ലെസൺ പ്ലാൻ വേണമെങ്കിൽ ഇവിടെ ചോദിക്കാം, ഗിവ് മീ ലെസൺ പ്ലാൻ ഫോർ 30 minutes. ഓക്കെ, ഡെമോ ആയതുകൊണ്ട് 30 minutes ഒക്കെ മാക്സിമം ഞാൻ ഇടുന്നുള്ളൂ. സോ അത് കൊടുക്കുമ്പോൾ ഇവിടെ ഒബ്ജക്റ്റീവ്സ് അവർ തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. മെറ്റീരിയൽസ് വേണ്ടത് പറയുന്നുണ്ട്. ലെസൺ ഔട്ട്ലൈൻ, എൻഗേജ്മെൻറ്റ്, ഇൻട്രൊഡക്ഷൻ, ആക്ടിവിറ്റി, കൺക്ലൂഷൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആക്ടിവിറ്റി ഒക്കെ കോമൺ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഗിവ് മീ ഡിഫറൻഷിയേറ്റഡ് ആക്ടിവിറ്റി എന്ന് കൊടുക്കാം. ഡിഫറൻഷിയേറ്റഡ് ആക്ടിവിറ്റി. Then I need to add think, pair, share in the introduction. So I'm writing add think, pair, share, question in introduction. Then I think what went well and even if better, that is EBI, even better if. Okay, EBI as എക്സിറ്റ് കാർഡ് എന്ന് ഞാൻ പറയാണ്. ഇത് എക്സിറ്റ് കാർഡായിട്ടും കൊടുക്കണം. തിങ്ക് പെയർ ഷെയർ ക്വസ്റ്റ്യൻ ആയിരിക്കണം ഇൻട്രൊഡക്ഷൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഡിഫറൻഷിയേഷനും. അപ്പോൾ അതിൻ്റെ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതിലേക്ക് മാറ്റി തരും കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇൻട്രൊഡക്ഷൻ തിങ്ക് പെയർ ഷെയറിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ക്യാൻ യു തിങ്ക് ഓഫ് എ സിറ്റുവേഷൻ വേർ യു അപ്ലൈഡ് എ ഫോഴ്സ്, ഡിസ്ക്രൈബ് ഇറ്റ് ടു യുവർ പാർട്ട്ണർ എന്നുള്ളതാണ് തിങ്ക് പെയർ ഷെയർ വന്നേക്കുന്നത്. നമുക്കതിൽ പിക്ചറൊക്കെ ഇട്ട് PPT ഉണ്ടാക്കിയാൽ മാത്രം മതിയാവും. എക്സിറ്റ് കാർഡിലും ഇവിടെ ഇതേപോലെ തന്നെ WWWയും EBIയും വെച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കേംബ്രിഡ്ജിൻ്റെ അല്ലെങ്കിൽ UK കരിക്കുലത്തിൽ പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് ഇതേപോലെ തന്നെ ലെസൺ പ്ലാൻ ഉണ്ടാക്കാനും ലെസൺ ഒബ്ജക്റ്റീവ് തിരഞ്ഞെടുക്കാനായിട്ടും സാധിക്കും. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അപ്പോൾ ഇത് യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട. നിങ്ങൾ ജോലി അന്വേഷിക്കുന്ന ടീച്ചേഴ്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ജോബൊക്കെ കിട്ടി സെറ്റിൽ ഡൗൺ ആവട്ടെ. അപ്പോൾ സീ അഗെയിൻ, ബൈ ഡിയേഴ്സ്, ടേക്ക് കെയർ.